ചിത്രപ്രിയ അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അക്കുമോൾ. ഇത് ഈ ഒരു കേസിന്റെ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫൈനൽ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മീഡിയയിൽ കണ്ട ന്യൂസ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കുന്റെ ഫാമിലിയിലുള്ള പലരും, ഫ്രണ്ട്സ്, പിന്നെ ബാംഗ്ലൂരിൽ കൂടി ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും പേരുടെ സംസാരിച്ചതിന്റെ പെർസ്പെക്റ്റീവില് ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ എന്റെ വേർഷനാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ആവിയേഷൻ കോഴ്സ് പഠിക്കാൻ പോയ ചിത്രപ്രിയ നാട്ടിലെ ഉത്സവത്തിന് അത് കൂടാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരികയായിരുന്നു. ഉത്സവം കഴിഞ്ഞിട്ട് ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയതുമാണ്. അന്ന് രാത്രി ചിത്രപ്രിയക്ക് ഒരു ഫോൺ കോൾ വരികയും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ആ കുട്ടി തിരിച്ചു വന്നില്ല. തിങ്കളാഴ്ച മലയാറ്റൂരിലെ മണപ്പാട്ട് ചിറക്ക് സമീപത്ത് മരിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടേതാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള CCTV ഫുട്ടേജുകൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ CCTV ഫുട്ടേജിൽ കാണുന്ന കുട്ടി മരിച്ച ചിത്രപ്രിയയുടേതല്ല എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. CCTV ഫുട്ടേജ് മാത്രമല്ല, ന്യൂസിൽ പറഞ്ഞിട്ടുള്ള ഏകദേശ കാര്യങ്ങളും കള്ളാണെന്നാണ് ഈ കുട്ടിയുടെ റിലേറ്റീവ്സ് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു CCTV ഫുട്ടേജിനെ പറ്റിയിട്ട് പോലീസ് ഓഫീസർ എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ SP പെരുമ്പാവൂർ. മലയാറ്റൂരി പെൺകുട്ടി മിസ്സിംഗ് ആയി മർഡർ കേസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുക്കാത്ത മലയാറ്റൂർ ചർച്ച് അടുത്തുള്ള ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ സോഷ്യൽ മീഡിയ ആസ് വെൽ ആസ് ന്യൂസ് ചാനൽ. ആ വീഡിയോയിൽ സമയം രാത്രി ബിറ്റ്വീൻ 1 o'clock and 2 o'clock ആണ് ഓൺ 7 December. ആ വീഡിയോ വേറെയാണ്, നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു ദ കേസ്. As per the statement of doctor and other evidence which we have, പെൺകുട്ടി മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ പ്രതിയെ ഓൾറെഡി അറസ്റ്റ് ആയി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് നൗ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എവിഡൻസ് കളക്ഷൻ ഈസ് ഗോയിങ് ഓൺ. ഈ CCTV ദൃശ്യങ്ങൾ ഈ പെൺകുട്ടിയുടേതല്ല എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാ ന്യൂസ് ചാനലും ഈ ഒരു ദൃശ്യം എടുത്തു കാണിച്ചിട്ടുണ്ട്. ഈ ഒരു CCTV ദൃശ്യത്തിലുള്ളത് ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആണെന്നും പറഞ്ഞിട്ട് ഈ CCTV ദൃശ്യം കൊടുത്തത് ആരായിരിക്കും? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് ഞാൻ പറയുകയുള്ളൂ. അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാതായപ്പോഴും പോലീസുകാർ പറയാണ് പെൺകുട്ടി കാമുകനൊപ്പം ഒളിച്ചോടി പോയതാണെന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴും അടുത്തുള്ള പറമ്പിൽ നിന്നും ഒരു ദുർഗന്ധം വന്നപ്പോഴാണ് പോലീസുകാർ വന്നിട്ട് നോക്കുമ്പോഴും അത് ആ പെൺകുട്ടിയുടെ ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോരാത്തതിന് ആ ഒരു CCTV ദൃശ്യം കൂടെ, ആ ദൃശ്യം അങ്ങ് പരസ്യമായപ്പോൾ ആളുകൾ മൊത്തത്തിൽ പെൺകുട്ടിയെ വിലയിരുത്താൻ തുടങ്ങി. കാരണം ആ രീതിയിലാണ് CCTV വിഷ്വൽസ് ഉള്ളത്. പുലർച്ചെ 2 മണിക്ക് എങ്ങാണ്ടാണ്. അതുപോലെ തന്നെ ഈ എലൻ എന്ന് പറയുന്ന പയ്യൻ പോലീസുകാരോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിളിച്ചു കൊണ്ടുപോയി കൊന്നു കളഞ്ഞത്. എന്നിട്ട് പോലീസുകാരോട് പറയാണ് എനിക്കൊന്നും അറിയില്ല എന്ന്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലൈഫ് ഓഫ് അനന്തു എന്ന യൂട്യൂബർ അവരുടെ യൂട്യൂബ് ചാനലിൽ ചിത്രപ്രിയയുടെ ഫ്രണ്ട്സിനോട് വിളിച്ച് അന്വേഷിച്ചതിന്റെ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിപ്പോ അന്വേഷിക്കുന്നവരുണ്ടല്ലോ, അതായത് എനിക്കും ഞാൻ അവളുടെ ഒരു കസിൻ ഇങ്ങനെ നമ്മൾ വീട്ടിലായിരിക്കും, അവളുടെ അമ്മയുടെ കൂടെ ആയിരിക്കും. അപ്പൊ പുറത്ത് ചേട്ടന്മാർ തപ്പിയിട്ട് വീഡിയോ, പോലീസ് അല്ല വീഡിയോ ഒന്നും എടുത്തത്, നമ്മൾ നോക്കുന്നവരാണ്. അവർ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു ചോദിക്കും അക്കു ആണോന്ന്, അക്കുവാണ് ഞങ്ങൾ വിളിക്കുന്നത്, അവളാണോന്ന് നോക്കാൻ പറയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അവൾക്ക് ഡ്രസ് ഉണ്ടോ ഇല്ല. അപ്പൊ മലാറ്റൂർ ആ പോളിന്റെ അവിടെയുള്ള വിസിൽസിൽ അത് കണ്ടപ്പോഴേ പറഞ്ഞത് അവളല്ലെന്ന്. ആശയ്ക്കോ കിട്ടി എങ്ങനെയൊക്കെ ഷെയറായി പോയതാ. ഈ പോലീസ് ഈ ഫസ്റ്റ് കംപ്ലൈന്റ് നിങ്ങൾ രാത്രി 11 മണിക്കല്ലേ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നത്? അന്നേരം പോലീസിന്റെ ഭാഗത്തുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് പറഞ്ഞേ ചോദിക്കും 18 വയസ്സ് കഴിഞ്ഞോ, ലവർ ഓർ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ, അതാണ് അവർ ചോദിക്കുന്നത്. അവരെ ഉറപ്പിച്ച് ഒളിച്ചോടി നടന്നത്. അതാണ് അവർ ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഇത് ക്യാരക്ടർ വെച്ചിട്ട് ഇത് ചെയ്തു. ഇവളെന്ന് വെച്ചാൽ നാട്ടിലായാലും റിലേറ്റീവ്സ് അങ്ങനെ അമ്മ പറഞ്ഞ അവൾ കേൾക്കും, അമ്മയുടെ എല്ലാം പറയും. പക്ഷെ വേറെ ആരും എന്ത് പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഭയങ്കര ചില്ലായിട്ടുള്ള ക്യാരക്ടർ. അവൾ അവരുടേതായ ആ ഒരു രീതിക്ക് നടക്കുന്ന ക്യാരക്ടറാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ ഇവരുടെ ഒരു റിലേറ്റീവോട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് എല്ലാവരും വിചാരിച്ചത് കുഞ്ഞ് ഒളിച്ചോടി പോയി എന്നുള്ള തരത്തിലാണ്. പക്ഷെ ഞാൻ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്, അവരുടെ ഒരു കസിൻ, ഞങ്ങൾക്ക് 3 പേർക്ക് ഉറപ്പായത്. കാരണം അവളായിട്ട് ഒന്നിനും പോകത്തില്ല. കാരണം അവളായിട്ട് പോകണമെങ്കിൽ ഒന്ന് വിളിച്ച് പറയും, അല്ലെങ്കിൽ എന്റെ അടുത്ത് അന്ന് ഒരുമിച്ച് പോകാന്ന് ഒന്നും അവൾ പറയത്തില്ല. പക്ഷെ നമ്മൾക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അതിനൊരു വോയിസ് ഇല്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ അങ്ങനെ പോയതായിരിക്കും, അവളുടെ തെറ്റി കൊണ്ട് പോയതായിരിക്കും, ഒളിച്ചിരിക്കായിരിക്കും, അങ്ങനെയൊക്കെ ഒരു ഇത് പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വോയിസ് റേസ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് അവിടെ കിട്ടിയില്ല. അറിയായിരുന്നു, കാരണം വീട്ടിൽ കുറെ തവണ പിടിച്ചു. വീട്ടിൽ നിന്നല്ല, എല്ലാവർക്കും അറിയാം. അവൾ കാണുന്ന എല്ലായിടത്തും ഇതിനെ പറ്റി പറയുന്ന ടൈപ്പും, പിന്നെ കുറെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കരഞ്ഞിട്ടും, അങ്ങനെ എല്ലാവർക്കും അറിയാം ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ അങ്ങനെ പോസിറ്റീവ് ഉണ്ട്, പിന്നെ ഏത് നേരം ഇവിടെ വിളിച്ചോണ്ടിരിക്കുന്ന ടൈപ്പാ. ഇവൻ സ്വന്തമായിട്ട് ബ്ലേഡ് വെച്ച് കൈ മുറിയുന്ന അങ്ങനെ എന്തൊക്കെയോ ഒരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. ഇവന്റെ അറിയാവുന്ന ഇവനൊരു സൈക്കോ മൈൻഡ് ആണ്, മുഖത്തേക്ക് പോലും ആരും അങ്ങനെ നോക്കത്തൊന്നുമില്ല, അങ്ങനെയൊക്കെയാ പറയണേ. ഞങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് മൊഴി എടുത്തോണ്ടിരുന്നപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ സംഭവം പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഈ സ്റ്റേഷന്റെ അകത്ത് ബാക്കിയുള്ള പോലീസുകാരൊക്കെ നമ്മൾ ചുമ്മാ കളിയാക്കുന്ന ടൈപ്പ്, ഭയങ്കരമായിട്ട് പുഷ്ടിക്കുന്ന പോലെയായിരുന്നു. അപ്പൊ പുറത്ത് ഇറങ്ങിയപ്പോൾ ഒരു അധികം ഏജ് ഇല്ലാത്ത അഫ്സൽ എന്നാണ് ആ സാറിന്റെ പേര്. ആ സാർ അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി എന്തോ കഴിഞ്ഞിട്ട് അപ്പൊ ജസ്റ്റ് വന്നേ ഉള്ളൂ. പുള്ളി ജസ്റ്റ് സംസാരിച്ചപ്പോൾ പുള്ളി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആളാന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ സോണി
എന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് അവൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. ഞങ്ങൾ ആ 3 പേരും സാറിനടുത്ത് പറഞ്ഞു ഇങ്ങനെ അവൾക്ക് എന്തോ പറ്റി കിടക്കുക, അല്ലെങ്കിൽ അവൾ എങ്ങനെയും വിളിച്ച് പോകണം, ഞങ്ങൾ ആരെയും അവൾ വിളിച്ചേനെ, അവൾക്ക് വേറെ എന്തോ പറ്റി കിടക്കുക ഞങ്ങൾ സാറിനടുത്ത് പറഞ്ഞുള്ളായിരുന്നു. ആ സാറിന്റെ അടുത്തേക്കാണ് നമ്മൾ ആദ്യമേ സംസാരിച്ചെങ്കിൽ മേ ബി പെട്ടെന്ന് എന്തെങ്കിലും ഇതുണ്ടായത്. ഇലക്ഷൻ ആയിരുന്നു ഇവിടെ, അതുകൊണ്ട് തന്നെ അവർ ഇലക്ഷന്റെ തിരക്കില്, മിക്ക പോലീസും ഇലക്ഷന്റെ തിരക്കില്. അപ്പൊ അവരായ ഒരു ഇലക്ഷൻ പറഞ്ഞ് നടന്നു. ഇവർ കൊച്ചൊളിച്ചോടിയതായിരുന്നു പറഞ്ഞിരുന്നു, അല്ലാതെ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നടന്നില്ല. അത് അവർക്കൊരു 100 കേസ് 1 കേസ് മാത്രം അത്രേ ഉള്ളായിരുന്നു. അവർ ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മിസ്സിംഗ് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത സമയത്ത്? ഇവര് ഫോണിന്റെ ലൊക്കേഷൻ നമ്മളെടുത്ത ടൈമിലൊന്നും ഇട്ടിട്ടുണ്ടായില്ല. കാരണം സൈബർ സെല്ലിലേക്ക് വിളിച്ച് ഇവിടെ നിന്ന് എന്തൊക്കെ ഫോം അയച്ച് കുറെ ലാഗ് ഉണ്ടെന്നാ പറഞ്ഞത്. ആ പെൺകുട്ടിയെ കാണാതപ്പോൾ തന്നെ അവരുടെ ഫ്രണ്ട്സിന് അറിയാമായിരുന്നു ഇതിന് ഉത്തരവാദി അലനായിരിക്കും എന്ന്. കാരണം ഈ പയ്യന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു, അത് കാരണമാണ് ഇത് ബ്രേക്കപ്പ് ആയത്. ഇതിപ്പോ ബ്രേക്കപ്പ് ആയിട്ട് ഏകദേശം 1 വർഷമായി. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ ആവിയേഷൻ കോഴ്സ് പഠിക്കാൻ പോകുന്നത്. പക്ഷേങ്കിൽ അവിടെ പഠിക്കാൻ പോയ ടൈമിൽ ഈ പയ്യൻ വീണ്ടും വിളിച്ചിട്ട് ഈ പെൺകുട്ടിയെ ശല്യം ചെയ്യുമായിരുന്നു. ഈ പെൺകുട്ടിയെ വല്ലാതെ വിളിച്ചിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു. എന്തിന് ചിത്രപ്രിയയെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെ വരെ വിളിക്കുമായിരുന്നു. പക്ഷേ അലൻ പോലീസുകാരോട് പറഞ്ഞത് എന്താ, ചിത്രപ്രിയക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു, അവളും അവനുമായിട്ടുള്ള കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോട്ടോസ് ഞാൻ അവളുടെ മൊബൈൽ ഫോണിൽ കണ്ടിട്ടുണ്ട് എന്ന്. പക്ഷേ അതൊക്കെ പച്ചക്കള്ളായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ചിത്രപ്രിയക്ക് വേറെ റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു എന്ന്. മുന്നേ, അതും 1 വർഷത്തിന് മുന്നേ ഈ അലൻ എന്ന പയ്യനല്ലാതെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ ശേഷം ഒരു അഫയർ പോലും ഈ പെൺകുട്ടിക്കില്ലായിരുന്നു. ഈ പെൺകുട്ടി മിസ്സാവുന്നതിന് 1/2 മണിക്കൂർ മുന്നേ ഈ ഫ്രണ്ട്സിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊന്നും ചിത്രപ്രിയ അലന്റെ കൂടെ പോകുകയാണെന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് പോലും അവരോട് ഉണ്ടായിരുന്നില്ല. കാരണം ഈ ചിത്രപ്രിയക്ക് ഒരു സ്വഭാവമുണ്ട്, എന്താ വെച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫ്രണ്ട്സിനോട് മറച്ചു വെക്കില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് തുറന്നു പറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഫോട്ടോ എങ്ങാനും കാണിച്ച് ഭീഷണിപ്പെടുത്തി ആയിരിക്കും ഈ പെൺകുട്ടി ഇവൻ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഈ പയ്യൻ എത്രത്തോളം ടോക്സിക് ആണല്ലേ, ശരിക്കും പറഞ്ഞാലേ ഒരു സൈക്കോ. ഈ മരിച്ച പെൺകുട്ടിയുടെ ചിത്രപ്രിയയുടെ റിലേറ്റീവ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. മരിച്ചുപോയ ചിത്രപ്രിയ എന്ന കുട്ടി എൻ്റെ വൈഫിന്റെ ചാച്ചന്റെ മകളാണ്. ആ കുട്ടി മരിക്കുന്ന ദിവസം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇന്നലെ വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായപ്പോൾ തൊട്ട് തെരച്ചിൽ നടത്തുന്നതും പോലീസിൽ കേസ് കൊടുക്കുന്നതും അതിനെപ്പറ്റി ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഫോളോ അപ്പ് ചെയ്തതൊക്കെ ഞങ്ങൾ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ചടങ്ങുകൾ ഇതെല്ലാം കഴിഞ്ഞത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ പിന്നെ കയറി നോക്കുമ്പോൾ കാണുന്നതൊക്കെ വളരെ മോശമായതും പിന്നെ ഈ മരിച്ചുപോയ കുട്ടിയുടെ മാതാപിതാക്കളെ പറ്റിയിട്ടും പറയുന്ന മോശമായ പല കമന്റ്സുകളും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ആ വീട് ഇപ്പോഴും ഈ ഒരു ഷോക്കിൽ നിന്ന് കരകയറിയിട്ടില്ല. ആ കുടുംബം മൊത്തത്തിൽ ഭയങ്കര ഷോക്കിലാണ് നിൽക്കുന്നത്. പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. ഇത് കാണിച്ചിരിക്കുന്ന ആളാരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 7:30 8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത്. അന്ന് അവിടെ അയ്യപ്പൻ വിളക്ക് നല്ലൊരു വിളക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ നോർമലായിട്ട് അവളും ആ ഒരു പരിപാടിയിൽ ഉണ്ടെന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ അവളെ കണ്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു. പല സ്ഥലത്തും പല രീതിയിലായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. സൈബർ സെല്ലിൽ നിന്നും കിട്ടിയ വിവരപ്രകാരം പോലീസുകാരുടെ കൺഫർമേഷനോടുകൂടി മലയാറ്റൂർ പെട്രോൾ പമ്പിന്റെ ബേക്കിലുള്ള സ്ഥലത്ത് വെച്ചാണ് കുട്ടിയുടെ മൊബൈലിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ലാസ്റ്റായിട്ട് കട്ടായത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഏരിയയിലും അനുബന്ധ പ്രദേശങ്ങളിലും വീടുകളിലൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും ഒരു തുമ്പും കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ വീണ്ടും പോലീസുകാരായിട്ട് പല തവണയായിട്ട് സ്റ്റേഷനിൽ കയറി കാര്യങ്ങൾ പറയുകയും അത് എങ്ങനെയായാലും സ്വന്തം മക്കളെ ഒരുത്തൻ ക്രൂരമായി കൊന്നത് കാണുമ്പോൾ ഒരച്ഛനമ്മമാർക്കും അത് സഹിക്കില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത ആളുകളുടെ വീഡിയോക്ക് താഴെ പലതരത്തിലുള്ള മോശമായിട്ടുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. അതും ആ മരിച്ചു പോയിട്ടുള്ള പെൺകുട്ടിയെ കുറ്റം പറയുന്ന രീതിയിലുള്ള കമന്റ്സ്. ശരിക്കും ഒരു കാര്യം അറിയാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിലൊരിക്കലും ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടല്ല. പകരം ടോക്സിക് ആയിട്ടുള്ള റിലേഷനിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു റിലേഷനിലാകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ടോക്സിക് ആണെങ്കിൽ ആ റിലേഷൻ അവിടെ ബ്രേക്കപ്പ് ചെയ്യുക. പക്ഷെ ഇവിടെ ആ പയ്യന്റെ ക്യാരക്ടർ അവനൊരു സൈക്കോ ആണെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിയ ശേഷം ആ പെൺകുട്ടി ആ റിലേഷൻ അവിടെ ബ്രേക്കപ്പ് ചെയ്തതാണ്. അതും ബാംഗ്ലൂരിൽ പോകുന്നതിന് 1 ഇയർ മുന്നേ. എന്നിട്ട് പോലും ഈ പയ്യന്റെ ശല്യം തുടരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് ഒരിക്കലും ഫേസ് ടു ഫേസ് അല്ല, പിന്നിൽ നിന്ന് കല്ലുകൊണ്ട് തലക്കടിച്ചാണ് ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞത്. അപ്പോൾ ഇത് ഈ അലൻ എന്ന് പറയുന്ന പയ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, ഇതിൽ വേറെ ആർക്കോ പങ്കുണ്ട്. അതൊക്കെ തീർച്ചയായും തെളിയേണ്ടതായിട്ടുണ്ട്. ശരിക്കും എന്താണ് രാത്രിയിൽ സംഭവിച്ചതെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഇതിൽ ദുരൂഹതയുണ്ട്. മീഡിയാസ് ഒക്കെ വിടുന്ന ന്യൂസുകൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് ഷെയിം തോന്നുക.
കാരണം ന്യൂസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ശരിക്കും നടന്നതല്ല. ആ പെൺകുട്ടിയെ ഫോട്ടോ മറ്റോ കാണിച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് കാണും. അതായിരിക്കാം അവള് ആ പയ്യന്റെ കൂടെ പോയിട്ടുണ്ടാവുക. പോരാത്തതിന് ഈ എലൻ ഒന്നാന്തരം ലഹരിക്കടിമ കൂടിയാണ്. ലഹരി അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചാൽ എന്താണ് ചെയ്തു കൂട്ടുമെന്ന് അവർക്ക് പോലും അറിയില്ല. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ചിത്രപ്രിയ, അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അക്കുമോൾ. ഇത് ഈ ഒരു കേസിന്റെ എന്റെ സൈഡിൽ നിന്നുള്ള ഒരു ഫൈനൽ വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മീഡിയയിൽ കണ്ട ന്യൂസ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കുന്റെ ഫാമിലിയിലുള്ള പലരും, ഫ്രണ്ട്സ്, പിന്നെ ബാംഗ്ലൂർ കൂടി ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും പേരുടെ സംസാരിച്ചതിന്റെ പെർസ്പെക്റ്റീവില് ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ എന്റെ വേർഷൻ ആണത്. ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തുന്ന അക്കു അമ്പലത്തിൽ നടക്കുന്ന ചെറിയൊരു പരിപാടിക്ക് പോയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പരിപാടിക്ക് കുട്ടി ഒറ്റയ്ക്കല്ല പോയത്, ഫാമിലി എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴും ലാസ്റ്റ് അക്കുമായിട്ട് സംസാരിച്ച് ബാംഗ്ലൂരിലുള്ള അക്കുവിന്റെ ഫ്രണ്ട് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം, യാതൊരുവിധ പ്രശ്നങ്ങളോ അക്കുവിന് ഉണ്ടായിരുന്നില്ല. വളരെയധികം ഹാപ്പി ആയിരുന്നു. ഒരു ടെൻഷനോ പ്രഷറോ അവളുടെ സംസാരത്തിൽ നിന്നോ മറ്റൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ അമ്പലത്തിൽ നിന്നും ഈ കുട്ടി ചായ കുടിക്കാനായിട്ട്, ആ ഒരു ലൊക്കാലിറ്റി തന്നെയുള്ള സ്ഥലമാണ്, ചായ കുടിക്കാൻ വേണ്ടി പോയി. അവിടെ വെച്ച് അക്കുവും അലനും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അത് കണ്ട പലരും അവിടെ ഉണ്ട്. ഈ ഒരു സിറ്റുവേഷനും സീനും മാത്രമേ അവിടെ ഉള്ളവർ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം അക്കു വീട്ടിലേക്കാണ് ഡയറക്റ്റ്ലി പോയത്. മേ ബി ഈ ഒരു പയ്യൻ അവളെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഏറെക്കുറെ 7 മണി 7:30 അക്കു അമ്മേനെ വിളിക്കുന്നുണ്ട്. വീട്ടിലേക്ക് എത്താറായി. വീട്ടിലേക്ക് എത്താൻ മീൻസ് ഈ മരിച്ച സ്പോട്ടിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഏറെക്കുറെ 1 കിലോമീറ്റർ എങ്ങനെ നടന്നാലും മാക്സിമം ഒരു 5 മിനിറ്റുള്ളിൽ നടന്നെത്തുന്ന ഒരു സ്ഥലം. അമ്മേനെ വിളിച്ചിട്ട് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കണ കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പൊ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യാതൊരുവിധ കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ആ കുട്ടിക്ക് ആ സമയത്തില്ല. വീട്ടിലേക്ക് എത്താറായി എന്ന് പെൺകുട്ടി അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് മാത്രമേ വീട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെ വിളിച്ചിട്ട് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെക്കുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ ഒരു പ്രശ്നമില്ലാത്ത കുട്ടിയാണ്. മേ ബി ഇവൻ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവാം. അമ്പലത്തിൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ആരും വഴിയിലുണ്ടായിരുന്നില്ല. ഈ മരിച്ച പെൺകുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ്. സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ്. ഇതുപോലെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വലിയ കല്ലുകൊണ്ടൊക്കെ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിക്ക് തീർച്ചയായും ഓടി രക്ഷപ്പെടാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇവൻ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇത്രയും വലിയ അറ്റാക്ക് ചെയ്യുമ്പോൾ പെൺകുട്ടിയുടെ ശബ്ദം ഉണ്ടാവും, എന്നിട്ട് പോലും ആരും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. തീർച്ചയായും ഇത് പോലീസ് ഒന്നും കൂടെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇവിടെ സാധാരണക്കാർക്ക് നീതി വേണ്ടേ, പണക്കാർക്ക് മാത്രം മതിയോ? എന്തായാലും ഇതേക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.